കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനത്തിന് മന്ത്രി അടക്കമുള്ളവർ എത്തുന്നത്. ഇത്രയും സ്ഥാപനങ്ങളും ഇത്രയും വലിയ സാമ്പത്തികപരമായ എല്ലാം മുന്നിൽ നിൽക്കുന്ന സാമൂഹികപരമെല്ലാം മുന്നിൽ നിൽക്കുന്ന ഈ വാർഡിൽ ഒരു അംഗൻവാടിക്ക് ഒരു കളിയിലാണോ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചെന്നെ കളിയാക്കിയ ആൾക്കാരാണ് ഏറെക്കുറെ ഇവിടെ ഉണ്ടായത്. പൂർവ്വ വിദ്യാർത്ഥികളെയും പരിസരത്തുള്ള നമ്മുടെ 15-ാം വാർഡിലെ വ്യക്തിയോടെയൊക്കെ സമീപിച്ചപ്പോഴത്തേക്ക് അവരെ കൊണ്ടാവുന്ന ഓരോ സാധനങ്ങളും ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒരു നാട്ടുകാരൊന്നിച്ച് 2 ദിവസത്തെ ആഘോഷ പരിപാടികളോട് നടത്തുന്ന ഒരു അംഗൻവാടി ഉദ്ഘാടനവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ബഹുമാനായ മന്ത്രി KN ബാലഗോപാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. അങ്ങയുടെ ഡേറ്റിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മയനാടാണ്. മയനാട് എന്ന സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാംസ്കാരിക നായകന്മാരെ കൊണ്ടും ഒരുപാട് പ്രസിദ്ധരായ കലാകാരന്മാരെ കൊണ്ടും ഒക്കെ തന്നെ പ്രസിദ്ധമായൊരു സ്ഥലമാണ്. ശരിക്കും മയനാട് ഇവിടെ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് എൻ്റെ ജന്മനാട് കൂടിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു വാർത്തയാണ്, പക്ഷേ ഇതിനെ ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ളതാണ് ഒരു കർത്തവ്യം. കാരണം ഇവിടെ 15-ാം വാർഡിൽ കഴിഞ്ഞ 2021 മുതൽ പ്രവർത്തിക്കുന്ന ഒരു അംഗനവാടിയുണ്ട്. ഒരുപാട് ശോചനീയാവസ്ഥയിലായിരുന്ന ഈ അംഗനവാടിയുടെ ശരിക്കും പുനർനിർമ്മാണം നടക്കുകയാണ്. അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശരിക്കും ഞായറാഴ്ചയാണ് നടക്കുന്നത്. ഞായറാഴ്ചയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2021 മുതൽ വളരെ ശോചനീയ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഈ അംഗനവാടിയിലെ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ ജീവനക്കാർക്കും ഈ നാട്ടുകാർക്കുമൊക്കെ ഇതൊരു ഉത്സവം തന്നെയാണ്. നമുക്കേതായാലും ആ ഒരു അംഗനവാടി ഉദ്ഘാടനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ശരിക്കും നമ്മുടെ മയനാട് എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഇന്നൊരു ഉത്സവാന്തരീക്ഷത്തിലാണല്ലേ. ശരി, ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു കെട്ടിടത്തിനകത്ത് ഉണ്ടായിരുന്ന കുട്ടികളാണ് ഇപ്പോൾ ശരിക്കും വലിയൊരു സ്മാർട്ട് അംഗനവാടിയിലേക്ക് മാറുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്ര വിപുലമായ രീതിയിൽ ഒരു അംഗനവാടിക്ക് വേണ്ടി ഇത്രയും എന്താണ് തോന്നുന്നത്? കാരണം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇത് മന്ത്രിയുടെ ഒരു ക്ഷണിക്കുന്നതിന് വേണ്ടി ഞാൻ MLA അടുത്ത് ചെന്നപ്പോൾ, അപ്പോൾ കാര്യപ്രാപ്തിയുള്ള MLA ആണല്ലോ, MLA മന്ത്രിയെ വിളിച്ച് പറഞ്ഞത് ആ ഒരു സംസാരമാണ് ഞാൻ ഈ വേദിയിൽ നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിലാദ്യമായി പല അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ ഒരു നാട്ടുകാരൊന്നിച്ച് 2 ദിവസത്തെ ആഘോഷ പരിപാടികളോട് നടത്തുന്ന ഒരു അംഗൻവാടി ഉദ്ഘാടനവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ബഹുമാനായ മന്ത്രി KN ബാലഗോപാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. അങ്ങയുടെ ഡേറ്റിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ജനങ്ങൾ കാത്തിരിക്കുക. അതുമാത്രമല്ല MLA എന്ന രീതിയിൽ ഞാനും കാത്തിരിക്കുക എന്ന് പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ അദ്ദേഹം കൂടി കാത്തിരിക്കുന്നൊരു വലിയ ചടങ്ങാണ്. നമുക്ക് ഈ അംഗനവാടിയുടെ ഫെസിലിറ്റീസ് ഇത്രയും വർഷം ഇങ്ങനെ തന്നെ ആയിരുന്നു, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. എങ്കിൽ പോലും കുട്ടികളൊക്കെ തന്നെ ഇവിടെ തന്നെ വരുവുള്ളൂ, വേറെ എങ്ങോട്ടും പോകും. ഈ വാർഡിൽ ഒരു കുട്ടികൾ പോലും ഇവിടെ പഠിക്കാത്തവരില്ല. എല്ലാവരും ഇവിടെ വന്നിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയൊരു അംഗനവാടിയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഒരു ഉത്സവാന്തരീക്ഷത്തിലാണല്ലോ. അതെ, എല്ലാവരും ഭയങ്കര സന്തോഷം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു വിഷമം എന്ന് പറഞ്ഞ് കുറച്ച് ദിവസമല്ലേ ഇനി ഇരിക്കാൻ പറ്റത്തുള്ളൂ. വേറെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നല്ല സൗകര്യത്തിൽ അവർ അമ്മമാരും പറയുന്നത് ഞങ്ങൾ കുറച്ച് ദിവസമല്ലേ ഞങ്ങൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളായിരുന്നു എങ്കിൽ പോലും അവരൊക്കെ വളരെ സന്തോഷം. വളരെ അവരെല്ലാവരും ഭയങ്കര സന്തോഷം. എല്ലാവരെയും കൂട്ടായ്മയാണ്. മെമ്പർ പറഞ്ഞ കണക്ക് ഈ നാട്ടിലെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഇത്രയും ഊർജം. ശരിക്കും ഒരു 2 ദിവസം നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഒരു അംഗനവാടിയുടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു എന്താ പറയാ, നിങ്ങൾ തന്നെയാണ് അതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിനകത്ത് ഞാൻ ഒരു സത്യം പറയാമല്ലോ, ഞാനിത് അംഗൻവാടി സ്ഥലം മേടിക്കാനും എടുക്കാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടെന്നാണ് ഉണ്ടായി. എനിക്ക് ഒരുപാട് പേരുദോഷവും ഇതിൻ്റെ പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യമൊന്നുമില്ല. 15 വർഷക്കാലമായി ഈ വാർഡുമായി പ്രതിനിധീകരിച്ചും അല്ലാതെയൊക്കെ നിൽക്കുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്ന ഇത്രയും സ്ഥാപനങ്ങളും ഇത്രയും വലിയ സാമ്പത്തികപരമായ എല്ലാം മുന്നിൽ നിൽക്കുന്ന സാമൂഹികപരമെല്ലാം മുന്നിൽ നിൽക്കുന്ന ഈ വാർഡിൽ ഒരു അംഗൻവാടിക്ക് ഒരു കളിയിലാണോ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചെന്നെ കളിയാക്കിയ ആൾക്കാരാണ് ഏറെക്കുറെ ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വിഷമം സമ്മാനമാണ്. അവരോട് ഞാൻ നന്ദിയോടെ പറയുന്നു. നിങ്ങൾ തന്ന വാക്കുകൾ ഇപ്പോൾ അതെനിക്ക് ഒരു പ്രചോദനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അംഗൻവാടി ഇങ്ങനെ ഉണ്ടാകാനും അവർ പറഞ്ഞ കാര്യങ്ങൾ
ഞാൻ സർവകക്ഷി യോഗം വിളിച്ച് അത് നാട്ടിൽ പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് അത് സഹിച്ചില്ല. പഞ്ചായത്ത് മെമ്പർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നമുക്കിതൊരു ആഘോഷമായി തന്നെ നടത്തണം എന്ന് അവർ പറഞ്ഞു. അവരുടെ ആഗ്രഹമാണ്, മെമ്പറുടെ ആഗ്രഹം മാത്രമല്ല. മധുരപ്രതികാരമല്ലേ? ഒരിക്കലുമല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അവരെല്ലാം പറയുമ്പോഴും സ്നേഹത്തോടെ എന്നോട് പറയുന്നത്, കളിയാക്കി പറയുന്നത്, അല്ലാതെ എന്നോട് സ്നേഹത്തോടുള്ള ആരും ഇവിടെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സൗകര്യങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ നിന്നായാലും ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയ കെട്ടിടത്തിലോട്ടാകുമ്പോഴത്തേക്കും സകല സൗകര്യം ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കി തരും. അതോടൊപ്പം തന്നെ ഇപ്പം ഞങ്ങൾ ഈ ഉദ്ഘാടനമായിട്ടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളെയും പരിസരത്തുള്ള നമ്മുടെ 15-ാം വാർഡിലെ വ്യക്തികളെയൊക്കെ സമീപിച്ചപ്പോഴത്തേക്ക് അവരെ കൊണ്ടാവുന്ന ഓരോ സാധനങ്ങളും ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനം ആകുമ്പോഴേ എന്തൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ പറയൊക്കത്തുള്ളൂ. വളരെ വിപുലമായ ചടങ്ങുകളോടുകൂടി തന്നെയാണ്, ശരിക്കും കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനത്തിന് മന്ത്രി അടക്കമുള്ളവർ എത്തുന്നത്. വളരെ വിപുലമായ ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഈ ഒരു അംഗനവാടി നാടിനായി സമർപ്പിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു. ഞായറാഴ്ചയാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഏതായാലും വയനാടുള്ള പ്രദേശവാസികളൊക്കെ തന്നെ ഈ മണ്ണിലേക്ക് എത്തിച്ചേരുന്ന ഒരു അസുലഭ നിമിഷത്തിന് കൂടിയാണ് നമ്മൾ സാക്ഷിയാക്കുന്നത്. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലുവനൻ വിസ്മയ ന്യൂസ്.